ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തുവന്നു. എന്നിട്ടും സീറ്റ് വിഭജനം പോലും ബീഹാറിൽ പൂർത്തിയാക്കുവാൻ മുന്നണികൾക്ക് സാധിക്കുന്നില്ല. പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിന്റെ ജൻസ്വരാജ് പാർട്ടിയും 100-ലധികം സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു പാർട്ടിയുമായി മമതയില്ലാത്ത പ്രശാന്ത് കിഷോറിന് സ്ഥാനാർത്ഥി നിർണയം വലിയ കീറാമുട്ടിയൊന്നുമല്ല. എന്നാൽ നിരവധി പാർട്ടികളെ ചുമക്കുന്ന ഇന്ത്യ സഖ്യത്തിനും BJP നയിക്കുന്ന NDAയ്ക്കും സ്ഥാനാർത്ഥി നിർണയം സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല. സ്ത്രീ വോട്ടർമാർ ആരുടെ പക്ഷത്ത് നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കാഹളത്തിന് തൊട്ടു മുൻപായി ഇറക്കിയ തുറുപ്പുചീട്ടാണ് NDAയുടെ വജ്രായുധം. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിലൂടെ 75 ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിനകം 10,000 രൂപ വീതം നിക്ഷേപിച്ചു കഴിഞ്ഞു. മധ്യപ്രദേശിൽ ലാഡ്ലി ബഹൻ യോജന, മഹാരാഷ്ട്രയിൽ ലഡ്കി ബഹൻ യോജനയും തുണച്ചതുപോലെ ഇതൊരു വികാരമായി ബീഹാറിൽ അലയടിക്കുമെന്ന് BJP കരുതുന്നുണ്ട്. ഗ്രാമാന്തരങ്ങളിൽ ജീവിക ഗ്രൂപ്പ് ഉണ്ടാക്കി സ്വയം തൊഴിൽ സംരംഭത്തിനും മറ്റുമായി വായ്പ അനുവദിച്ചതും സ്ത്രീകൾക്കിടയിൽ നിതീഷിനെ പ്രിയങ്കരനാക്കുന്ന ഘടകമാണ്. ബീഹാറിൽ 20 വർഷത്തെ ഭരണത്തിനിടയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സൃഷ്ടിച്ചെടുത്ത സ്വന്തം വോട്ട് ബാങ്കാണ് സ്ത്രീ വോട്ടർമാരുടേതെന്നാണ് വാദം. 3 മുതൽ 5% വരെ വോട്ട് ബാങ്കുള്ള കുറുമി സമുദായക്കാരുടെ പാർട്ടി മാത്രമായി അറിയപ്പെട്ടിരുന്ന JDUവിനെ തുടർച്ചയായി ഭരണത്തിലെത്തിച്ചത് 2005 മുതൽ നിതീഷ് നടപ്പിലാക്കി വന്ന സ്ത്രീ കേന്ദ്രീകൃത പരിഷ്കാരങ്ങളാണെന്ന് പറയേണ്ടി വരും. പെൺകുട്ടികൾക്ക് സൈക്കിളും യൂണിഫോമും സൗജന്യമാക്കി അവർ പാതി വഴിക്ക് പഠനം മതിയാക്കുന്ന പ്രവണതയ്ക്ക് തടയിട്ടത് മുതൽ 2016 മദ്യനിരോധനവും സർക്കാർ ജോലിയിലെയും പോലീസ് നിയമനത്തിലെയും 35% വരെ സ്ത്രീ സംവരണവും വരെ ഇതിൽപ്പെടും. അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ നിതീഷിനെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ JDUവിന് സംശയമില്ല. സീറ്റ് വിഭജനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും JDUവും BJPയും 101 വീതം സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. JDUവിനെ BJP വിഴുങ്ങുന്നതിന്റെ ഭാഗമാണെന്നാണ് RJDയും കോൺഗ്രസും പറയുന്നത്. എന്നാൽ BJPക്ക് ഉയർത്തിക്കാട്ടാൻ നല്ലൊരു മുഖം ബീഹാറിൽ ഇല്ലാത്തതിനാലും സ്ത്രീ വോട്ടർമാരെ മുന്നിൽ കണ്ടും അവർ നിതീഷിനെ തന്നെ മുന്നിൽ നിർത്തുന്നുണ്ട്. ബീഹാറിൽ വേരോട്ടം കുറവായിരുന്ന BJP 2014 മുതലാണ് അത് ശക്തിപ്പെടുത്താനുള്ള ഊർജിത ശ്രമം ആരംഭിച്ചത്. മറ്റൊന്ന് 101 സീറ്റിൽ മാത്രം മത്സരിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന മേൽക്കൈയാണ് അവരെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു ഘടകം. 80% വരെ വിജയിക്കാനായാലും കേവല ഭൂരിപക്ഷത്തിന് ഘടക കക്ഷികളെ ആശ്രയിക്കാതെ BJPക്ക് നിൽക്കാനാവില്ലെന്നതാണ് ഈ കണക്കിലെ വില്ലൻ. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാ മോർച്ചയും ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയും ഇടഞ്ഞു നിൽക്കുന്നതിനാലാണ് സീറ്റ് വിഭജന പ്രഖ്യാപനം അവസാന നിമിഷം NDA നേതൃത്വം മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സീറ്റുകളിൽ നിന്ന് പിന്നീട് പല സ്ഥാനാർത്ഥികളും പിൻവലിഞ്ഞത് BJPക്ക് വലിയ നഷ്ടമാണ്. ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികൾ കൂട്ടമായി പിന്മാറിയത്. അതേസമയം യുവാക്കൾ NDAക്കെതിരെ തിരിഞ്ഞത് അവരുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന ഘടകമാണ്. 20 വർഷത്തെ ഭരണത്തിനെതിരായ വിരുദ്ധ വികാരം ബീഹാറിൽ ശക്തമാണ് എന്നത് വാസ്തവമാണ്. ഇക്കുറി തൊഴിലില്ലായ്മയിൽ യുവാക്കൾ കടുത്ത നിരാശയിലാണ്. പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന വിലക്കയറ്റമാണ് മറ്റൊരു പ്രശ്നം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ വർഷം ആദ്യം മുതൽ നിരവധി വാഗ്ദാനങ്ങളാണ് കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടർമാർക്ക് കോഴ നൽകുന്നതിന് തുല്യമാണ് എന്നുവരെ ഇതിനെ എതിരാളികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഭരണവിരുദ്ധ വികാരത്തെ ലഘൂകരിക്കാൻ വാഗ്ദാന പെരുമഴയിലൂടെ സാധിക്കുമെന്ന വിലയിരുത്തലാണ് BJPയെ മുന്നോട്ട് നയിക്കുന്നത്.